ചിന്നക്കനാലിൽ വനംവകുപ്പ് ബോർഡ് സ്ഥാപിച്ച ഭൂമിയിൽ കുടിൽ കെട്ടി സമരം നടത്തുമെന്ന ആദിവാസി സംഘടനയായ പട്ടികവർഗ ഏകോപന സമിതി. വനംവകുപ്പ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് ആദിവാസി പുനരധിവാസ പദ്ധതി പ്രകാരം വിതരണം ചെയ്യുവാൻ കണ്ടെത്തിയ ഭൂമിയിലാണെന്നും നേതാക്കൾ പറഞ്ഞു. ആദിവാസികൾക്ക് വിതരണം ചെയ്യുവാനുള്ള ഭൂമി എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യണമെന്നും പട്ടികവർഗ ഏകോപന സമിതി ആവശ്യപ്പെട്ടു. 2002 ഓഗസ്റ്റിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന A.K. ആന്റണി സർക്കാരാണ് ചിന്നക്കനാൽ മേഖലയിൽ റവന്യൂ ഭൂമി കണ്ടെത്തിയ ആദിവാസികളെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതിക്ക് രൂപം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചിന്നക്കനാലിൽ 1490 ഏക്കർ ഭൂമി സർക്കാർ കണ്ടെത്തി. ഇതിൽ 566 കുടുംബങ്ങൾക്ക് ചിന്നക്കനാൽ വിലക്ക, സൂര്യനെല്ലി, 301 പന്തടിക്കളം എന്നിവിടങ്ങളിലായി 668 ഏക്കർ വിതരണം നടത്തി. ബാക്കിയുള്ള 822 ഏക്കറിൽ ഉൾപ്പെട്ട ഭൂമി HNL കമ്പനി കൃഷിക്കായി പാട്ടത്തിനെടുത്തിരുന്നു. പാട്ടക്കാലാവധി അവസാനിച്ച ഭൂമി ആദിവാസി പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെട്ടതാണെന്നിരിക്കെയാണ് വനംവകുപ്പ് ബോർഡ് സ്ഥാപിച്ചത്. ഇതിനെതിരെയാണിപ്പോൾ ആദിവാസി സംഘടനയായ പട്ടികവർഗ ഏകോപന സമിതി രംഗത്തെത്തിയിരിക്കുന്നത്. ഭൂമിയിൽ കുടിൽ കെട്ടി വീണ്ടും സമരം ആരംഭിക്കുമെന്നും ഭൂമി വിതരണം വേഗത്തിലാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. 158 ആദിവാസികൾ ഭൂമിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോഴും കുടിയിറക്കപ്പെട്ട ഞങ്ങളെപ്പോലെയുള്ള ആദിവാസികൾ ഭൂമിക്ക് വേണ്ടി നിരവധി അപേക്ഷകളും പരാതികളും നൽകിയിരിക്കുമ്പോഴുമാണ് ഈ വനവൽക്കരണവുമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് രംഗത്ത് വന്നിട്ടുള്ളത്. ഈ റവന്യൂ ഭൂമി ആദിവാസികൾക്ക് അനുവദിച്ച റവന്യൂ ഭൂമിയിൽ കയ്യേറ്റം നടത്തി വനവൽക്കരണം നടത്താൻ ഈ ഫോറസ്റ്റ് വകുപ്പിന് റവന്യൂ വകുപ്പും ഒത്താശ ചെയ്ത ഒരു നടപടിയായിട്ടാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് ഈ ആദിവാസികൾക്ക് അനുവദിച്ച ഇനി വിതരണം നടത്താനുള്ള 822 ഏക്കർ ഭൂമിയിൽ ആദിവാസികൾ കുടിയേറ്റം നടത്തി കുടിൽ കെട്ടി സമരം നടത്താനുള്ള ഒരു തീരുമാനമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് വരുന്ന 26-ാം തീയതി മുതൽ അതിന്റെ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുൻപോട്ട് പോവുകയാണ്. മുമ്പ് വിതരണം നടത്തിയ 566 പട്ടയങ്ങളിൽ 160ഓളം പേർക്ക് ഇപ്പോഴും ഭൂമി നൽകാത്ത സാഹചര്യവും ഉണ്ടെന്നും നേതാക്കൾ ആരോപിച്ചു. ഭൂരഹിതരായ 100 കണക്കിന് ആദിവാസികൾ ദുരിതമനുഭവിക്കുമ്പോൾ തങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയിൽ കടന്നുകയറി ബോർഡ് സ്ഥാപിച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പട്ടികവർഗ ഏകോപന സമിതി ആവശ്യപ്പെട്ടു.